ഗുരുവിന്റെ മൊഴിയിൽ നിന്നൊഴുകും തിരുവചനം ഒരു മനമായി കേൾക്കാം, ഒരുമയോടെ പാടാം, അനുഗ്രഹമായി തീർക്കാം ഈ സുദിനം നമ്മിൽ വചനത്തിൻ കൃപയോടെ മുന്നേറിയിടാം. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 5-ാം അധ്യായം 44-ാം തിരുവചനം. പരസ്പരം മഹത്വം സ്വീകരിക്കുകയും ഏകദൈവത്തിൽ നിന്ന് വരുന്ന മഹത്വം അന്വേഷിക്കാതിരിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? കരുണ്യവാനും സ്നേഹനിധിയുമായ ഞങ്ങളുടെ നല്ല തമ്പുരാനെ, പലപ്പോഴും പരസ്പരം മഹത്വം സ്വീകരിച്ച് അതിനുവേണ്ടി ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു പോയ നിമിഷങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. അവയെല്ലാം അങ്ങയുടെ തിരുസന്നിധിയിൽ നിന്നുകൊണ്ട് മാപ്പ് ചോദിച്ചുകൊണ്ട്, നാഥ, ഏകദൈവത്തിൽ നിന്ന് വരുന്ന മഹത്വം അന്വേഷിക്കുവാനും അത് സ്വീകരിക്കുവാനും അങ്ങനെ വിശ്വാസത്തിൽ നിറഞ്ഞവരായി ജീവിക്കുവാനും ഞങ്ങൾക്ക് കൃപ നൽകി അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നീതിമാനായ മറിയൂസേപ്പിന്റെ മധ്യസ്ഥവും സകല മാലാഖമാരുടെയും സകല വിശുദ്ധരുടെ സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വചനത്തിൻ കൃപയോടെ മുന്നേറി